ചിറ്റാർ ചതുരക്കള്ളിപ്പാറയിലെ കാഴ്ചകളൊക്കെ കാണുവാനായിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാർ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ചതുരക്കള്ളിപ്പാറ. ഇന്ന് ഇത് ചെറിയൊരു ട്രെക്കിംഗ് സ്പോട്ടായിട്ടും വ്യൂ പോയിന്റ് ആയിട്ടും നിരവധി ആളുകൾക്ക് പരിചിതമാണ്. ഈ പാറയെ ചുറ്റിപ്പറ്റി നിരവധി പഴയ കഥകളും നാട്ടുകഥകളും പറയപ്പെടുന്നുണ്ട്. ചതുരക്കള്ളി എന്ന് പേര് വരാൻ കാരണമായി നിരവധി കഥകളാണ് ഉള്ളത്. പണ്ട് ചതുരത്തിലുള്ള ധാരാളം കളിമുൾ ചെടികൾ ഈ പാറയിൽ ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് ചതുരക്കള്ളിപ്പാറ എന്ന് പേര് ലഭിച്ചത് എന്നുമാണ് ചിലർ പറയുന്നത്. എന്നാൽ ചിലരുടെ അഭിപ്രായത്തിൽ ചതുര എന്നത് 4 ദിശകളെ സൂചിപ്പിക്കുന്നു. ഈ പാറയുടെ മുകളിൽ നിന്നാൽ 4 ഭാഗത്തേക്കും ദൂരെയുള്ള പ്രദേശങ്ങൾ കാണുവാനായിട്ട് കഴിയും. അതിനാലാണ് ഈ പ്രദേശത്തിന് ചതുരക്കള്ളിപ്പാറ എന്ന് പേര് ലഭിച്ചതെന്നാണ് ചിലർ പറയുന്നത്. മറ്റൊരു നാട്ടുകഥ പ്രകാരം പഴയ കാലത്ത് ഈ പ്രദേശം മുഴുവനും കാടായിരുന്നു. കാട്ടുവഴികളിലൂടെ യാത്ര ചെയ്തിരുന്ന വ്യാപാരികളും യാത്രക്കാരും ഉണ്ടായിരുന്നു. ആ സമയത്ത് ചില കള്ളന്മാർ ഈ സ്ഥലത്തെ ഉയർന്ന പാറകളിൽ ഒളിച്ചിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ കള്ളി എന്ന വാക്കും ഈ പേരിനൊപ്പം ചേർന്നു എന്നും അങ്ങ് ചതുരക്കള്ളിപ്പാറ എന്ന് പേര് വന്നതു എന്നുമാണ് ചിലർ വിശ്വസിക്കുന്നത്. ചില നാട്ടുകഥകൾ ഈ പാറയെ ആറന്മുള പ്രദേശവുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ഇവിടെയുള്ള അമ്പലം ആറന്മുള ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം ആണെന്നും പറയപ്പെടുന്നു. പമ്പാ നദിക്കരയിലൂടെ യാത്ര ചെയ്തിരുന്ന തീർത്ഥാടകർ കാട്ടുവഴികളിലൂടെ ആറന്മുള ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഈ പ്രദേശം വഴികാട്ടിയായി ഉപയോഗിച്ചിരുന്നിരിക്കാമെന്നുമാണ് പറയപ്പെടുന്നത്. ഈ കേട്ട കഥകളും കാര്യങ്ങളും ഒക്കെ പല ആളുകളിൽ നിന്നും കണ്ടും കേട്ടും അറിഞ്ഞവ മാത്രമാണ്. അതിൻ്റെ സത്യാവസ്ഥ എന്തുമാത്രം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാവുന്ന ഒന്നല്ല. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഹെലിപാഡ് കണ്ടോ, ഇത് വർഷങ്ങൾക്ക് മുമ്പ് AVTയുടെ കാരിക്കയത്തെ പ്ലാന്റേഷനിൽ തുരിശടിക്കുവാനും മറ്റുമായി ഹെലികോപ്റ്ററുകൾ എത്തിയിരുന്നു. അതിനുവേണ്ടിയാണ് ഇവിടെ ഈ ഹെലിപാഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ ചതുരക്കള്ളിപ്പാറയുടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കുറച്ച് ഗുഹകളും കാര്യങ്ങളും അള്ളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പണ്ട് കാലത്ത് സന്യാസിമാർ വസിച്ചിരുന്ന ഒരു സ്ഥലം, അവർ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ആ ഗുഹകളും കാര്യങ്ങളും ഒക്കെ. നമുക്ക് ഇപ്പോൾ നിലവിൽ അങ്ങോട്ട് ഇറങ്ങി പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ ആ പറഞ്ഞ അള്ള് ഗുഹയും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഇതിനുള്ളിലാണ് സന്യാസിമാർ വസിച്ചിരുന്നത് എന്നൊക്കെയാണ് പറയപ്പെട്ടിരുന്നത്. പണ്ട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകൾ മാത്രമാണ്. താഴേക്ക് ഇറങ്ങി പോവുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് മുള്ളൻ പന്നിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. നമ്മൾ വന്ന വഴിക്ക് നമുക്ക് കുറച്ച് മുള്ളൻ പന്നിയുടെ മുള്ളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിരുന്നു. മാത്രമല്ല നമ്മൾ ഒറ്റയ്ക്കുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരിക്കലും ശബ്ദമൊന്നും ഉണ്ടാക്കി നമ്മൾ അങ്ങോട്ട് പോവുകയില്ല. വളരെ സൈലന്റ് ആയിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ കയറി ചെല്ലുന്നത് മുള്ളൻ പന്നിയുടെ മുന്നിലേക്ക് വല്ലതുമാണെങ്കിൽ അത് പേടിച്ച് വിറച്ച് അതിൽ മുള്ളു ചിതറിച്ച് നമ്മുടെ ദേഹത്തെല്ലാം തറച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ കാണുന്ന ഒരു പ്രദേശം കാണുമ്പോൾ തന്നെ അറിയാം, ചുറ്റും കാടാണ്. കാട്ട് മൃഗങ്ങൾ മറ്റു മൃഗങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാനായിട്ട് നിന്നില്ല. ചിറ്റാറിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ചതുരക്കള്ളിപ്പാറ. 4 മണി സമയത്ത് വരികയാണെങ്കിൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലം. കുറച്ചധികം കാഴ്ചകളൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മൊത്തമായിട്ട് നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഇന്ന് ചതുരക്കള്ളിപ്പാറ പ്രകൃതിയെ ആസ്വദിക്കാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. സൂര്യ ഉദയവും സൂര്യ അസ്തമയവും കാണാനായിട്ട് നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട്. ചരിത്രവും നാട്ടുകഥകളും പ്രകൃതി സൗന്ദര്യവും ഒരുമിച്ചുള്ള ഈ ഒരു സ്ഥലം ചിറ്റാറിൻ്റെ മറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ രത്നം തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം മറ്റൊരു സ്ഥലത്തെ ചെറിയ മനോഹരമായ കാഴ്ചകളുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും.